ഒരു ഫാൻ ബൈ പടമാണ് ഗോട്ട്. ഫാൻസിന് വേണ്ടി മാത്രം, ഫാൻസിന് വേണ്ടി തന്നെ ഇറക്കിയിട്ടുള്ളൊരു പടം. ഭയങ്കര ജനറിക് ആയിട്ടാണ് സിനിമ തുടങ്ങിയത്. ഒരു സ്ഥിരം കൊമേഴ്ഷ്യൽ സിനിമകൾ കാണുന്ന ആ ഒരു ടെംപ്ലേറ്റ് സാധനമില്ല. അങ്ങനത്തെ ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എത്തിയപ്പോൾ തന്നെ സിനിമ അങ്ങോട്ട് പിന്നെ ആ ഒരു വെങ്കട് പ്രഭു മൂവിയിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ കുറേ ട്വിസ്റ്റും ടേൺസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാമിയോസും മറ്റേ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ എൻഗേജ് ചെയ്ത് സിനിമ കൊണ്ടുപോകും. എപ്പാർട്ട് ഫ്രം ആ ഒരു സ്റ്റാർട്ട് മാറ്റി വെച്ചാൽ എനിക്ക് ഈ സിനിമ ബാക്കിയുള്ള ആസ്പെക്റ്റുകളൊക്കെ ഇഷ്ടമായി. കാരണം ഇതൊരു ഫാൻ ബോയ് സംഭവം തന്നെയാണ്. ഒരു വെങ്കട് പ്രഭു ഹീറോ എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പടം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഫാൻ സർവീസ് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ഭയങ്കര വീക്കായിരിക്കും, ഭയങ്കര വീക്ക് പ്ലോട്ടായിരിക്കും, ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതൊന്നും പ്രതീക്ഷിക്കുക വേണ്ട എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ സിനിമ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് കയറിയത്. ഒരു അലമ്പ് പടം എന്ന് വിചാരിച്ചിട്ട് കയറിയത് കൊണ്ട് എനിക്ക് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്ന ഒരു പടമായിട്ട് തോന്നി. കുറേ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് ക്രിഞ്ചടിക്കുന്ന പോലെയും അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിലും ആസ് എ ഹോൾ ഒരു എൻജോയബിൾ വാച്ചബിൾ ഫിൽക്ക് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി സിനിമ അനുഭവപ്പെട്ടത്. കാരണം ആ ഒരു ഫാൻ സർവീസ് കാരണം. ഒരു ഫാൻ ബോയ് പടം എന്ന് പറയുമ്പോൾ വിജയ് എന്നൊരു ആക്ടറിൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് അതിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമായിട്ടാണ് നമ്മൾ പറയും. കാരണം മറ്റുള്ള എല്ലാ വിജയ് സിനിമകളുടെ റെഫറൻസുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്, ഇനിയിപ്പോൾ പൊളിറ്റിക്സിലേക്ക് കയറാൻ നിൽക്കുന്നു, അതിനെപ്പറ്റി ടീസ് ചെയ്യുന്നതും ദെൻ അദ്ദേഹം ലൈഫിൽ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനുള്ള കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ ഒരു ട്രിബ്യൂട്ട്, ഇങ്ങനെ എല്ലാ ആസ്പെക്റ്റുകളും കൂടി ചേർത്തിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വെങ്കട് പ്രഭു എന്ന ഡയറക്ടറിൻ്റെ ഫിലിമോഗ്രഫിയൊക്കെയുള്ള ഒരു ട്രിബ്യൂട്ടും ദെൻ അദ്ദേഹത്തിന് തന്നെ ആ ഒരു CSK ആയിട്ടുള്ള ആ ഒരു ബന്ധം എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഒരുമിച്ച് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ക്യാമിയോസ് നമുക്ക് ഈ സിനിമയുടെ പല ഭാഗങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും, കുറേ റെഫറൻസുകൾ കാണാൻ സാധിക്കും. സോ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫാൻ സർവീസ് രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. ആ ഒരു കൊമേഴ്ഷ്യൽ വാച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ലോജിക്കോ ലൂഫോൾസോ ഒക്കെ അന്വേഷിക്കാൻ നിന്നാൽ ഒന്നും കിട്ടില്ല. ഇതൊരു വിജയ് പടം കാണാമെന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടും. ആൻഡ് എനിക്ക് ഈ സിനിമ ഇപ്പോൾ തൊട്ട് മുമ്പ് ഇറങ്ങിയ വിജയുടെ ലിയോ എന്ന സിനിമ അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വിജയ് പടമായിരുന്നു. ആൻഡ് കാരണം അതിൽ വിജയുടെ വേറൊരു ഷെയ്ഡിനെ നന്നായിട്ട് തന്നെ എടുത്തു കാണിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. ഒരു ഗ്രേ ഷെയ്ഡുള്ള ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടറുള്ള ആ ഒരു ഗ്രേ നേച്ചറുള്ളൊരു ക്യാരക്ടറിനെ അധികം കൈകാര്യം ചെയ്യാത്തത് കൊണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വിജയുടെ അവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ്. പക്ഷേ ഈ സിനിമയിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡബിൾ റോളാണ് നമുക്ക് ഓൾറെഡി അറിയാം. അച്ഛനും മകനായിട്ടാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ഓൾറെഡി ട്രെയിലറിൽ കണ്ടതാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റോറി ലൈനിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അതിൽ ആ ഒരു ഡി-ഏജിങ് ചെയ്ത സാധനം, അതിൽ ഒരുപാട് ട്രോളുകൾ വന്നതാണ്. ഞാൻ തന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാട്ടിലൊക്കെ അലമ്പായിരുന്നു. പാട്ടൊക്കെ സിനിമയുടെ മഹാമോശമാണെന്ന് പറയാൻ വേണ്ട. സോ അതൊന്നും നോക്കരുത്. വിജയുടെ ആ ഒരു ഇതുവരെയുള്ള പ്ലേലിസ്റ്റിലെ ഏറ്റവും വീക്കസ്റ്റ് ഡാൻസ് നമ്പേഴ്സും ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് പാട്ടുകളുള്ള സിനിമ ഒരു പക്ഷേ ഇതായിരിക്കും. ഒരു വളരെ മോശം പാട്ടുകളാണ് എല്ലാം. ഈവൻ വളരെ അലമ്പായിട്ടാണ് ഇതിലെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സൊക്കെ കുഴപ്പമില്ലാതെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അധികം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡായിട്ട് ഈ സാധനം പോകുന്നുള്ളത് കൊണ്ട്. പക്ഷേ എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ തെറിച്ചു നിൽക്കുന്ന ഐറ്റം സോങ്ങുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ വരുന്ന അഡീഷണൽ സോങ്സൊക്കെ വളരെ മോശം സാധനം. ഈ സിനിമയിൽ വേണ്ടാത്തടത്തായിട്ടുള്ള ഒരുപാട് VFX സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആ ഡി-ഏജിങ് സാധനം ഒരു രക്ഷയില്ലാത്തത് അത് പൊളി സാധനമായിരുന്നു. 2 ടൈപ്പിൽ ഇവർ ഡി-ഏജിങ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 കണ്ടില്ലേ, അത് ഡി-ഏജിങ് അല്ല, ആ ഒരു AI വെച്ചിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇതിൽ തന്നെ വിജയുടെ ഒരു ഏറ്റവും യങ്ങസ്റ്റ് വെർഷൻ കാണിക്കുന്ന ഒരു സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ലെങ്കിലും മറ്റ് ട്രെയിലറിൽ നമ്മൾ കണ്ടില്ലേ മറ്റേ വിജയ്, അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അത് കറക്റ്റായിട്ട് സിനിമയിൽ സിങ്ക് ആവുക എന്നുള്ളത് അറിയില്ല. പക്ഷേ പടത്തിൽ വന്നപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈവൻ SRKയുടെ പടത്തിൽ പോലും അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇതുവരെയുള്ള ഇന്ത്യൻ സിനിമകളിലെ ഡി-ഏജിങ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് ടിൽ ഡേറ്റ് ഇപ്പോൾ ഗോട്ടിലാണെന്ന് പറയാം. ആ സാധനം പൊളി. അതിന് വെങ്കട് പ്രഭുവിന് ഒരു ഹാറ്റ്സ് ഓഫ്. അത് കിണ്ണം കാഴ്ചയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നീ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ. എനിക്ക് തന്നെ കുറേ സാധനങ്ങൾ ഇഷ്ടമായില്ല. കുറേ സെറ്റ് പീസസൊക്കെ ഇഷ്ടമായി. ആൻഡ് കുറേ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ ഫ്ലിക്ക് ആയതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാവും. എല്ലാം നിറഞ്ഞാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമ. ആ രീതിക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എൻജോയബിൾ ആൻഡ് വാച്ചബിൾ ഫ്ലിക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു അനാവശ്യ സാധനം. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനെ ഈ സിനിമയ്ക്ക് എൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാ പടങ്ങൾക്കും സെക്കൻഡ് ഹാഫ് വരുന്നത് പറയുന്നത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും
ഈ സിനിമ ഒരു വാച്ചബിൾ ഫിൽക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാനിത് വിജയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമെന്നോ വെങ്കട് പ്രഭുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമെന്നോ ഒരിക്കലും പറയില്ല. ഞാൻ പേഴ്സണലി ഇതിൻ്റെ ട്രെയിലറും ടീസറും ബാക്കിയുള്ള പോസ്റ്റേഴ്സും മൊത്തത്തിലുള്ള എക്സ്പെക്ടേഷൻ വെച്ച് പോയി നോക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ മൂവി. ഞാൻ ഇതിലും മോശം ഒരു കൂറ സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരു കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു ചിത്രം തന്നെയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ഓൾറെഡി ഗോട്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രൈറ്റ്സ് എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഡ്രോപ്പായി ബീസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ടീഷർട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നമ്മൾ സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ടീഷർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. ആൻഡ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെന്നും കൂടി അറിയിക്കുക. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.